ഞാൻ പ്രിൻസിപ്പൽ ആയിരിക്കെ ഈ കോളേജ് ഗ്രൗണ്ടിൽ കണ്ണിൽ കണ്ട ബാംഗ്ലൂരിൽ നിന്ന് വന്ന സാത്താന്റെ സന്തതികൾ എന്റെ കുഞ്ഞുങ്ങളെ എറിഞ്ഞു വീഴിക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാവുന്നതിന് മുമ്പ് അന്ത്യകൂദാശ ചൊല്ലല്ലോ. ഇനി ഒന്നുകൂടെ ഓവറാവാനുണ്ടല്ലോ. എനിക്കുള്ള അത്ര പ്രതീക്ഷ കൂടി പ്രിൻസിപ്പാൾ അച്ഛനല്ലാന്ന് വെച്ച കഷ്ടം. ഇല്ലടോ ഇല്ല, എന്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇനി ജയിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ ജോലി? ഒരു ചാൻസും ഇല്ല. നമുക്ക് മുങ്ങിയാലോ? എങ്ങനെ മുങ്ങാൻ? എങ്ങോട്ട് മുങ്ങിയാലും അവന്മാര് പൊക്കൂ. നാണക്കേടായി പോയി. ജൂലി 10,000 സ്റ്റീഫനോട് ബെറ്റ് വെച്ച് പോട്ടേന്നൊക്കെയാ. കാരണം ഇവളുടെ അപ്പ പൂത്ത കാശുള്ള ഗൾഫുകാരനാ. പക്ഷെ ലേഖ ചിമ്പുവിനോട് തല മൊട്ടയടിക്കാന്ന് പറഞ്ഞത് അല്പം കടന്ന് കൈയായി പോയി. മൊട്ടയടിക്കാൻ തയ്യാറായിക്കോ. ദേ ചിമ്പു കത്തിയുമായി അവിടെ നിൽക്കുന്നുണ്ട്. കോളേജ് യൂണിയൻ ചെയർപേഴ്സന്റെ തല വടിക്കുന്നതും ഒരു സുഖമാണേ. 4 വിക്കറ്റ് എടുത്ത് തിളങ്ങി നിൽക്കുന്ന ശ്യാം സുന്ദർ ഇതാ ബോൾ ചെയ്യുന്നു. അങ്ങനെ 2 ബോൾ കൂടി SMECക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി 4 ബോളും 18 റൺസും. അടിച്ചോടോ? ഇല്ല, തെറിച്ചൊരു ബിസ്ക്കറ്റ്. ഇനി എത്ര ബിസ്ക്കറ്റ് ഉണ്ട്? ഞാൻ ഒരെണ്ണം. ഓ എന്റെ ഈശോയെ. നരേന്ദ്രൻ കരയാതടി. ഈ വർഷം തോറ്റാൽ അടുത്ത വർഷം നമ്മള് ജയിക്കും ജോലി. ഈ സ്റ്റീഫന്റെയും കൂട്ടരുടെയും മുമ്പിൽ നമ്മൾ തളരാൻ പാടില്ല. തളരണ്ടടി, നിന്റെ തല മൊട്ടടിച്ച് ഗ്രൗണ്ട് ഞാൻ നടത്തും. ആ കോന്തം പ്രിൻസിപ്പാൾ അച്ഛന്റെ ഒത്താശയോടുകൂടി ഇവളുമാരെ സെക്രട്ടറിയും ചെയർപേഴ്സൺ ആക്കിയപ്പോഴേ തുടങ്ങിയതായി കോളേജിന്റെ നാശം. ജൂലി മോളെ 16 എടുത്ത് വെച്ചോ. 84 റൺസ് എടുത്ത് ഔട്ടാകാതെ നിൽക്കുന്ന ഓൾറൗണ്ടറായ രമേഷ് പ്രസാദ് ആണ് ക്രീസിൽ പന്തിനെ നേരിടുന്നതെന്ന ഒരു ചെറിയ ആശ്വാസം SMECക്കുണ്ട്. മോനെ രമേശേ, നീ ഫാദർ കച്ചറത്തറ വെറും തറയാക്കല്ലേടാ. അല്ലടോ? അതല്ലേലും തറയാണല്ലോ അല്ലേ? എല്ലാ സാധ്യതയുമുണ്ട്. അത് ക്യാച്ച് ചെയ്യുമോ? ഇല്ല. അത് സിക്സർ തന്നെ. രമേഷ് പ്രസാദ് SMECക്ക് വേണ്ടി അത്യുഗ്രൻ സിക്സർ അടിച്ചിരിക്കുന്നു. മോനെ രമേശേ, നീ കോളേജിന്റെ മാനം കാത്തടാ. ഇതോടെ രമേശ് 90 റൺസ് എടുത്തിരിക്കുന്നു. 225 റൺസ് എടുത്തിരിക്കുന്ന ബാംഗ്ലൂരിനെ തോൽപ്പിക്കാൻ SMECക്ക് 12 റൺസ് കൂടി വേണം. 2 ബോളും 12 റൺസും. ഇതാ അടുത്ത സിക്സർ കൂടി. എന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവില്ല. 220 റൺസ് എടുത്തിരിക്കുന്ന SMECക്ക് ഒരു ബോളിൽ 6 റൺസ് വേണം. ഒരു ബോളും 6 റൺസും. മോനെ രമേശേ, അച്ഛനെയും കോളേജിനെയും നീ രക്ഷിക്കടാ. നിർണായകമായി ഈ നിമിഷത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ രമേഷ് പ്രസാദിലാണ്. 96 റൺസ് എടുത്ത് നിൽക്കുന്ന രമേഷ് പ്രസാദ് SMECയുടെ വിജയം ഉറപ്പാക്കുമോ? ഇതാ രമേഷ് പ്രസാദിന്റെ അത്യുജ്വലമായ സിക്സർ SMECയുടെ വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. ഈ മത്സരത്തിൽ SMEC വിജയിച്ചിരിക്കുന്നു. ഇതിലും ഭേദം ചാകുകയായിരുന്നടാ സ്റ്റീഫ.
ഞാനിനി കോളേജിലേക്കില്ല. സന്തോഷം കൊണ്ട് അവളുമാര് തുള്ളിച്ചാടുന്ന ചാട്ടം കണ്ടില്ലേ? നീ നോക്കിക്കോ, അവളുമാരെ അവനെ ഞാൻ കരയിക്കും. നിന്നാണ് സത്യം, ഞാൻ കരയിക്കും. എന്നിട്ട് ഞാൻ ഇനി കോളേജിലേക്കുള്ളൂ. ആഹാ, ഇപ്പൊ മൺസൂണിനെ കണ്ട ദ്രാവിഡിന്റെ ഗെറ്റപ്പുണ്ടല്ലേ? കളിയാക്കൊന്നും വേണ്ട. കളിച്ചില്ലേലും നിന്നെയൊക്കെ കൊണ്ട് കളിപ്പിക്കുന്ന ഞാനാ. അല്ല, ഇനിയിപ്പോ ഗേൾ ഫ്രണ്ട്സിന്റെ ഒരു ബഹളമായിരിക്കും. അയ്യടാ മോനെ, ഇന്നത്തെ കളിയുടെ കൂടി നാഷണൽ ടീമിലേക്കുള്ള രമേശിന്റെ സെലക്ഷൻ ഉറപ്പാ. പിന്നല്ലാതെ. എന്തതിശയമേ രമേശിന്റെ കളിയും എത്ര മനോഹരമേ. മോനെ രമേശേ, നീ ഫാദർ കച്ചർത്തറയുടെ മാനം കാത്തറ. എന്റെ മാത്രമല്ല, ഈ കോളേജിന് മൊത്തം അഭിമാനം നീ നേടിത്തന്നു. അതെ അതെ, സംഭവം തറയാവുന്ന കണ്ടപ്പോ 2-3 പ്രാവശ്യം മുങ്ങാൻ നോക്കിയതാ. ഈ ഞാനല്ലേ പിടിച്ചിരുത്തിയത്. അത് നേരാ, പക്ഷേ ഇത്ര വലിയ അത്ഭുതം നടക്കുമെന്ന് ഞാൻ കരുതിയോ? എല്ലാ ഈശ്വരന്റെ കൃപ, അത്രേ ഉള്ളൂ. നീ നോക്കൂ, ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ മുഖ്യമന്ത്രി വരുമ്പോ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഒരു സ്പെഷ്യൽ സമ്മാനം നിനക്ക് തരിക്കും. ക്യാഷ് പ്രൈസ് ആണോ? അല്ല, അതിനേക്കാൾ വലിയൊരു സമ്മാനം. ഇപ്പൊ നീ ആ കാശം കൊടുക്കടി. ഏത് ക്യാഷ്? സ്റ്റീഫനുമായി ബെറ്റ് വെച്ച് കിട്ടിയതാ 10,000 രൂപ. ഇത് രമേശിനുള്ളതാ. ബെറ്റ് വെച്ച് നിങ്ങളല്ലേ? നിങ്ങൾ എന്നെ എടുത്തോ? നിന്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ലടാ, നീ മേടിച്ചു. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. എങ്കിലൊരു കാര്യം ചെയ്യാം. കാതിർക്കാട് മോളുടെ കല്യാണത്തിനായി ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിലേക്ക് എനിക്കൊരു 100 രൂപയെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ദാ ഈ 10,000 രൂപ കൂടി. മോനെ രമേശ, എന്തിനാ കരയുന്നേ? കരഞ്ഞോട്ടറാ, സന്തോഷം വരുമ്പോ ചിലപ്പോ കരയാറില്ലേ? എന്തായാലും കാതിർക്കാട് ബെസ്റ്റ് ടൈമാ. രമേശ് അറിഞ്ഞോ, സുബൈദയുടെ കല്യാണത്തിന് യേശുദാസ് വരുന്നുണ്ട്. നേരാണോ കാതിർക്ക? അതെ മോനെ, ദാസേട്ടൻ നമ്മൾ പഴയ ദോസ്താ. നിന്നെ പോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാ. എന്റെ മോളെ കല്യാണത്തിന് വരാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ കല്യാണം നമ്മൾ അടിപൊളിയാക്കുന്നു. യോയോ അല്ല, രമേശിനേക്കാളും പ്രായമുണ്ടല്ലേ സ്കൂട്ടറിന്? ഓൾ ഈസ് ഗോൾഡ് അല്ലേ രമേശ? ഒന്ന് ജീവിച്ചു പോട്ടടി മോളെ. അയ്യേ, ഈ പാട്ട വണ്ടി മാറ്റി ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചൂടെ രമേശ? അതിന് ചക്രം വേണ്ടേ? ചക്രം കൂടി കൂട്ടിച്ചേർത്തല്ലേ ബൈക്ക് തരുന്ന? മോളെ തമാശിക്കല്ലേ, വാങ്ങാനുള്ള ദുട്ടിന്റെ കാര്യ പറഞ്ഞേ. ആഹാ, ഇത്രയും കഷ്ടപ്പാടുള്ള ആളാണോ 10,000 രൂപ കിട്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തത്? അതെ, അത് ബെറ്റ് വെച്ച കാശല്ലേ. സ്വന്തം വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവിൻ എന്നാണ് പ്രമാണം. അയ്യോ, ഇത് സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എങ്കിൽ ഇതേ കയറിക്കോ, ഞങ്ങൾ കൊണ്ടുവിടാം. കൊള്ളാം. എന്നിട്ട് വേണം ഫാദർ കച്ചർത്തറ എന്റെ കാര്യത്തിന്. രമേശൻ, ഇന്ന് ബഷീറിന്റെ വക പാർട്ടിയാണ്. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അയ്യോ, ഞാനില്ല. ഇപ്പൊ തന്നെ സമയം വൈകി. എനിക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരാളെ കൂട്ടണം. ആരാ? ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ? ഗേൾ ഫ്രണ്ടിനെ. ഇത് സ്റ്റാർട്ട് ആയോ? പോട്ടെ. ടാറ്റാ ടാറ്റാ. അമ്മ എന്താ ലേറ്റായേ? ലേറ്റോ? വന്നിട്ട് ഒത്തിരി നേരമായോ? ഇപ്പൊ എത്തിയുള്ളൂ. ഇന്നത്തെ കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതിയായിരുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇന്ന് ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അതിനുള്ള മെമ്മോ വേറെ കിട്ടിയേനെ. ക്രിക്കറ്റ് മാച്ചിൽ എന്റെ പെർഫോമൻസ് കാണാൻ അമ്മ കൂടി വേണ്ടതായിരുന്നു. ഞാൻ കണ്ടല്ലോ. കണ്ടോ? എങ്ങനെ? ഇങ്ങനെ കണ്ണടച്ചു പിടിച്ച് സ്റ്റേഡിയം മനസ്സിലോർത്തു. അപ്പൊ ഞാൻ കണ്ടു എന്റെ മോൻ ബാറ്റിങ്ങിനെ വീശി വീശി സിക്സർ അടിക്കുന്നത്. സത്യമായിട്ടും. എന്നാ ഞാൻ അമ്മയും കണ്ടു. എങ്ങനെ? ഗവാസ്കർ ബഷീർ ഒന്നോട്ടായപ്പോ എന്റെ ഉള്ളൊന്ന് പഠിച്ചു. പിന്നെ ഞാൻ കണ്ണടച്ച് അമ്മ ഓർത്തു. അപ്പോഴിതാ അമ്മ മുന്നിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒറ്റ. അയാള് കാണഞ്ഞത് ഭാഗ്യം. വാ. എന്നിട്ടെന്താ, സ്റ്റേഡിയം വിറപ്പിച്ചു കളഞ്ഞില്ലേ ഞാൻ. മുഖ്യമന്ത്രിയെ എനിക്കുള്ള പ്രൈസ് തരാൻ പോകുന്നത്. പിന്നെ ബെറ്റ് വെച്ച വകയിൽ 10,000 രൂപയും കിട്ടി. 10,000? എന്നിട്ട് 10,000 രൂപ നീ എന്ത് ചെയ്തു? അത് നമ്മുടെ കാതിർക്കാട് മോളുടെ കല്യാണ ഫണ്ടിലേക്ക് കൊടുത്തു. അത് നന്നായിടാ. 4 പെമ്മക്കളല്ലേ ആ പാവത്തിന്. എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാ ഓടിയെത്താനും ആശ്വസിപ്പിക്കാനും ആ ഒരു കുടുംബേ ഉള്ളൂ നമുക്ക്. എന്താ ചെയ്യാന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു ഞാൻ. നന്നായി, അതൊരു പുണ്യായി. പറ. കാതിർക്കാട് മോളുടെ കല്യാണത്തിന് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആളാ വരുന്നത്. ഗാനഗന്ധർവൻ യേശുദാസ്.
എങ്കിൽ നമുക്ക് നേരത്തെ പോണം. കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഗാനഗന്ധർവന്റെ പാട്ട് നേരിട്ട് കേൾക്കായിരുന്നു. അത് ഇനിയും കേൾക്കാമല്ലോ. ഇത് ഭയങ്കര പന്തലും സെറ്റപ്പ് ഒക്കെ ആണല്ലോ. അതെ, പാർട്ടി ഫണ്ടിലേക്ക് കാശ് വെച്ചാൽ ഇയാൾക്ക് ദാരിദ്ര്യ. ഇപ്പൊ പൂത്ത കാശിറക്കിട്ടുണ്ടല്ലോ. പടച്ചോനാണ് ഇത് നമ്മള് കോളേജിലെ കുട്ടികളെ സെറ്റപ്പാ. നിങ്ങൾ അകത്തേക്ക് ഞാൻ കുടിക്കാൻ എടുക്കാം. എന്തായാലും സംഗതി കൊള്ളാം. നമ്മുടെ നടേശൻ മന്ത്രിക്കെതിരെ കേസ് കൊടുത്തോളല്ലേ അത്? അതെ, അവള് തന്നെ. അമ്മയ്ക്ക് ആയതുകൊണ്ട് സ്പെഷ്യൽ ആയിരിക്കും. കല്യാണ വീട്ടിൽ വന്നിരുന്ന് ബലസ് ആണല്ലോ. ഹലോ, എന്താ എത്ര വലിയ ചിരി? വേറെ ആരുടെയെങ്കിലും പേരിൽ കേസ് കൊടുക്കാനുള്ള ഗൂഢാലോചനയാണോ? ഞങ്ങളുടെ മന്ത്രി നിങ്ങളുടെ എവിടെ കയറിയാ? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. മാന്യത പഠിപ്പിക്കാൻ നീ ആരടി? വേണ്ട. എന്താ എന്താ പ്രശ്നം? ഇവളെ ഒന്നും അന്തസ്സുള്ള തറവാട്ടി കയറ്റാൻ കൊള്ളത്തില്ല. വിജയൻ സാർ കച്ചറുണ്ടാക്കരുത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു മനുഷ്യൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുന്ന മംഗലപ്പുറയാണിത്. എന്താ കാതറേ പ്രശ്നം? ഒന്നുമില്ല ചേട്ടാ, ഇത് നമ്മുടെ കോർപ്പറേഷൻ മേയർ വിജയൻ സാർ. നമസ്കാരം. സാറേ, ഉള്ള കാര്യം കണ്ട എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. തൊലിവെളുപ്പം വെച്ചുകൊണ്ട് നാട്ടിലുള്ള മനുമരെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കുക ഇവള്. പിന്നെ എനിക്കിച്ചിരി വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് വായി വരുന്നത് പച്ച തെറിയായിരിക്കും. ദാസാറിനറിയോ, ഞങ്ങളുടെ മന്ത്രിക്കെതിരെ കള്ളക്കേസ് കൊടുത്തോളോ ഇവള്. എന്തുമായിക്കോട്ടെ, അതിനിങ്ങനെ പരസ്യമായിട്ടൊരു സ്ത്രീയോട് ഇത്ര മോശമായി സംസാരിക്കുന്നത് ശരിയാണോ? രാഷ്ട്രീയ നേതാക്കൾ ആദ്യം പഠിക്കേണ്ടതും പാലിക്കേണ്ടതും സംസ്കാരത്തോട് പെരുമാറാനാണ്. ഈ മന്ത്രിസ്ഥാനവും ചെയർമാൻ സ്ഥാനവും ഒക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനുള്ളതല്ല, അവരെ സേവിക്കാനുള്ളതാണ്. അത് നിങ്ങൾ മറക്കരുത്. അതെങ്ങനെയാ ദാസേട്ടാ, ഇതൊക്കെ മനസ്സിലാക്കാൻ വിവരം വേണ്ടേ? ഈ നാട്ടിൽ ഒരു പിയൂൺ ആകാൻ പോലും മിനിമം വിദ്യാഭ്യാസ യോഗ്യതയും ട്രെയിനിങ്ങും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ നാട് ഭരിക്കുന്ന ചെയർമാൻമാർക്കോ മന്ത്രിമാർക്കോ ഇതൊന്നും വേണ്ട. വേണ്ട, ഫാദർ പറഞ്ഞത് ശരിയാ. പക്ഷെ സർവകലാശാല ബിരുദമില്ലെങ്കിലും നാട് ഭരിക്കുന്നവർക്ക് ജീവിതാനുഭവം വേണം. പട്ടിണിക്കാരന്റെ വിശപ്പും വേദനയും മനസ്സിലാക്കാനുള്ള ഹൃദയം വേണം, മനുഷ്യത്വം വേണം. പലർക്കും അതില്ലാതെ പോയതാണ് നമ്മുടെ നാടിന്റെ ശാപം. എന്തായാലും സംഗതി അസലായി. നടേശൻ മിനിസ്റ്ററോട് കളിച്ചാൽ കളി സംഘം കല്യാണ വീട് വരെ എത്തുമെന്ന് അവൾക്ക് ഇപ്പൊ ബോധ്യമായി കാണും. അല്ലേ തങ്കപ്പ? കൊമ്പൻ സ്രാവിന്റെ അടുത്ത് കരിക്കാടി ചെമ്മീൻ കളിക്കണ പോലെ അവക്കട ഒരു കളി. അന്ന് അവക്കട വീട്ടിൽ പോയി കാല് പിടിച്ച് പറഞ്ഞതാ കേസ് പിൻവലിച്ചെന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നടേശൻ സാറ് വരും ഒരു മൈ തങ്കപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഒരു മൈ ഗുണാഞ്ചനാണെന്ന് കരുതിക്കാണെന്ന് പറഞ്ഞതാ. അത്രേ ഉള്ളൂ. എന്നാ പറഞ്ഞു? സാറ് വിചാരിച്ച് മറ്റതാണെന്നാ. അത് ഞാൻ നിർത്തി. അന്ന് അവക്കട മട്ടും പാവം കാണണമായിരുന്നു. ഭദ്രകാളിയല്ലേ ഭദ്രകാളി. എന്നാലും ഈ കാര്യം ഇന്നലെ തന്നെ അവന്മാരെന്നെ വിളിച്ചു പറയാതിരുന്നത് വളരെ മോശമായി പോയി. അവർ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ. എന്നിട്ട് സാർ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് സാറിന്റെ PA പറഞ്ഞു. ആ തെണ്ടി എങ്ങനെ പറഞ്ഞു? ചൊരണ്ട് മലയാളി ചൊരണ്ട്, സ്വർണവർഷം നിന്നെ കാത്തിരിക്കുന്നു. എന്താ സ്വർണം കിട്ടാനും സമ്മതിക്കല്ലേ ഇയാള്? തങ്കപ്പൻ ഇരിയടോ. വേണ്ട സാറേ, സാർ എനിക്ക് ഒരുപാട് ഫ്രീഡംസ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ റെസ്പെക്ടാലിറ്റി നോക്കണ്ടേ? തെറ്റിയല്ലേ? തെറ്റി തെറ്റി തെറ്റി. സാർ, എടോ ഞാൻ കേട്ടത് നേരാണോ? സാറെന്താ കേട്ടതെന്ന് ഞാൻ കേട്ടില്ലല്ലോ. കണ്ടാ, ഞാൻ ഇന്നലെ ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നെന്ന് ആ മണ്ഡലം സെക്രട്ടറി വിജയകുമാറും പങ്കയാശനും വിളിച്ചു ചോദിച്ചപ്പോ താൻ പറഞ്ഞു. അത് പിന്നെ അവര് വിളിച്ച് രാത്രി 10 മണിക്കാ. സാർ ഇന്നലെ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ. അതവൻ പറഞ്ഞത് നേരാ. ഗസ്റ്റ് ഹൗസിൽ ചെന്നാ 8 മണിയാവുമ്പോഴേക്കും സാർ ഔട്ട് ഓഫ് റേഞ്ച് ആവും. 9 മണിയായാല് സ്വിച്ച് ഓഫ് ആവും. അല്ല, ഈ വീക്ക്നെസ് ഒന്നും നമ്മുടെ അണികൾക്ക് അറിയില്ലല്ലോ. അറിഞ്ഞാലും നടേശൻ ഒരു ചുക്കുമില്ല. തങ്കപ്പ, എന്തോ ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് തന്നെ പോലെ ചുമ്മാ MLA പണിയല്ല. നാട്ടുകാരോടും കൂട്ടുകക്ഷികളോടും പ്രതിപക്ഷത്തോടും ഒക്കെ വികസനം എന്ന് പറഞ്ഞ് വായിട്ടലിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടാക്കി 10 കാശുണ്ടാക്കുമ്പോ മനുഷ്യന്റെ ഊപ്പാട് വരും. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് അതെ, മറ്റു മന്ത്രിമാരെ പോലെ അത്ര വലിയ കുഴപ്പമൊന്നും നടേശൻ സാറിനില്ല. വെറും സിമ്പിൾ 3 വീക്ക്നെസ്. MPL. അതെന്നത് MPL? ഞാൻ പുതുതായിട്ട് കേൾക്കാണല്ലോ. മണി, പവർ ആൻഡ് ലേഡീസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണം, പദവി, പെണ്ണ്.